ഹലോ ഫ്രണ്ട്സ്, ആശാൻസ് ഇംഗ്ലീഷ് ക്ലാസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ രസകരമായിട്ടുള്ള എന്നാൽ പരീക്ഷയ്ക്ക് പലരും തോറ്റു പോകുന്ന ഒരു ഏരിയയാണ്. ഇത് അത്ര റെഗുലറായിട്ട് ഒരുവിധം നല്ലോണം ഇംഗ്ലീഷ് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ആരും യൂസ് ചെയ്യാറില്ല. അത് ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ് 2 മണിക്കൂറായിട്ട് അല്ലെങ്കിൽ 2 ദിവസമായിട്ട് എന്ന് പറയുന്നത്. അതായത് പ്രവൃത്തിയുടെ കാര്യം പറയുന്നുണ്ട്, അത് കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നുണ്ട്, അതിൻ്റെ കൂടെ ഒരു സമയപരിധിയും ഒരു കാലയളവും പറയുന്നുണ്ട്. ഇതിന്റെ രണ്ടിന്റെയും കൂടെ കോമ്പിനേഷൻ വരുമ്പോൾ ഇംഗ്ലീഷിൽ അത് കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പ്രയോഗിക്കണം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അറിവ് വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് കിട്ടട്ടെ, അതിനുവേണ്ടി ഒന്ന് ഷെയർ കൂടി ചെയ്യുമല്ലോ. ഓക്കെ, അടുത്ത ഈ ഭാഗത്തേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇത് കേട്ട് വരുമ്പോൾ വേറെ ഏതെങ്കിലും ടെൻസുമായിട്ട് നിങ്ങളുടെ മനസ്സിൽ തന്നെ ഒരു സംശയം വരും. അത് ഞാൻ അവസാനം പറയാം. ഇപ്പം ഞാൻ 2 മണിക്കൂറായിട്ട് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊരാൾ പറയണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ പറയും? ഇംഗ്ലീഷ് പറയുമ്പം എന്താണ് ആ സെന്റൻസിന്റെ പ്രത്യേകത? ഇപ്പൊ ഞാൻ 2 മണിക്കൂറായിട്ട് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഐ ഹാവ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് ഫോർ ദ ലാസ്റ്റ് 2 hours. ഐ ഹാവ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് ഫോർ ദ ലാസ്റ്റ് 2 hours. അവിടെ പ്രയോഗിച്ച വെർബിന്, അവിടെ നമ്മുടെ വെർബിന്റെ ഭാഗത്താണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ ക്ലാസ് പോകുന്നത്. ആ വെർബ് ഒന്ന് നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നതിന് വേണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ സംസാരിക്കുന്ന കറക്റ്റ് ഇംഗ്ലീഷ് ആയിരിക്കും. ഐ ഹാവ് ബീൻ പ്ലേയിങ്, ആ സെന്റൻസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ സ്ക്രീനിൽ വന്നപ്പോൾ നിങ്ങൾ ആ സെന്റൻസ് ശ്രദ്ധിക്കണം. ഐ ഹാവ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് ഫോർ ദ ലാസ്റ്റ് 2 hours. അപ്പൊ അവിടെ ഹാവ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ്, അതാണ് അതിന്റെ പ്രത്യേകത. അപ്പം എന്ത് ചെയ്യണം? നല്ലവണ്ണം പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ വെർബിന്റെ ഫ്രേസ് മാത്രം ഈ 3 വാക്കുകൾ വരുന്ന അടുപ്പിച്ചടുപ്പിച്ച് പറഞ്ഞു വെച്ചിരിക്കും. ഹാവ് ബീൻ പ്ലേയിങ്, ഹാവ് ബീൻ സ്റ്റഡിങ്, ഹാവ് ബീൻ വർക്കിംഗ്, ഹാവ് ബീൻ സ്റ്റേയിങ്, ഇങ്ങനെ പറഞ്ഞ് പഠിക്കണം. അതാണ് അതിന്റെ പഠന ശൈലി. നിങ്ങളുടെ ആ ഉച്ചാരണ ശൈലിയും ഫ്ലുവൻസിയും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് നമ്മൾ 1 വാക്കല്ല 2 വാക്കല്ല 3-4 വാക്കുകൾ ഒന്നിച്ച് പറഞ്ഞ് പഠിക്കുന്ന ഒരു ശീലമാക്കണം ഫ്രം ദ വെരി ബിഗിനിങ്. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇത് അറിയാവുന്നവർ ഇത് കാണുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ എങ്കിലും എല്ലാവരെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത്. അതായത് ബേസിക് മുതൽ ഒരാൾക്ക് എങ്ങനെ അഡ്വാൻസ് ലെവൽ വരെ നല്ല ഇംഗ്ലീഷ് പഠിച്ചു പോകാം. അപ്പൊ അതിനകത്ത് IELTS ഉണ്ട്. IELTS എസ്സേ റൈറ്റിംഗിലൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സ്ട്രക്ചറാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇനി ഇത് സിംഗുലർ സബ്ജക്റ്റ് വെച്ച് ഇപ്പൊ ഐ എന്ന് പറയുമ്പോൾ അതൊരു പ്ലൂറൽ ഫോമിലേക്ക് വരുന്നത്. ഐ, വി, ദേ, യു, ഇതെല്ലാം നമ്മൾ നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സബ്ജക്ട് സിംഗുലർ ഗ്രൂപ്പിൽ പെടുന്ന ഹി ആണെന്നിരിക്കട്ടെ. ഹി ഹാസ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് ഫോർ ദ ലാസ്റ്റ് 2 hours. ഹി ഹാസ് ബീൻ പ്ലേയിങ്, അവൻ 2 മണിക്കൂറായിട്ട് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒന്ന് ഹാവ് ബീൻ പ്ലസ് ING ഫോം, വേറൊന്ന് ഹാസ് ബീൻ പ്ലസ് ING ഫോം, സിംഗുലർ ആൻഡ് പ്ലൂറൽ. ഇനി ഇതിന്റെ നെഗറ്റീവ് പറയുമ്പോൾ ഈ ഹാവ് ബീൻ എന്നുള്ളത് സ്പ്ലിറ്റ് ചെയ്ത് അതിന്റെ സെന്ററിലേക്ക് നമ്മൾ നോട്ട് കൊണ്ടുവരും. ഹാവ് നോട്ട് ബീൻ, ഹാവ് ബീൻ ആണെന്നുണ്ടെങ്കിൽ ഹാവ് നോട്ട് ബീൻ, ഹാസ് ബീൻ ആണെന്നുണ്ടെങ്കിൽ ഹാസ് നോട്ട് ബീൻ. ഹി ഹാസ് നോട്ട് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് ഫോർ ദ ലാസ്റ്റ് 2 hours. കഴിഞ്ഞ 2 മണിക്കൂറുകൊണ്ട് അവൻ ക്രിക്കറ്റ് കളിക്കുകയല്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞിട്ടെ, ഈ ഒരു യൂസേജ് വളരെ വിരളമാണ്. ഈ അങ്ങനെ ഒരു യൂസേജ് വരാറില്ല. പക്ഷേ നിങ്ങൾ മറ്റുള്ള എല്ലാം നിങ്ങൾ കാണുമ്പോൾ ഇതിന്റെ നെഗറ്റീവ് ഇല്ലേ എന്നുള്ളൊരു ചോദ്യം വരും. ആ ചോദ്യത്തിന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു ഫോം അങ്ങ് പറഞ്ഞതേ ഉള്ളൂ, അല്ലെങ്കിൽ അതിന്റെ പോസിറ്റീവ് ഫോം അങ്ങ് പഠിച്ചിട്ടുണ്ടാവും. പിന്നെ ഇതിനകത്ത് വരുന്നത് 2 ക്വസ്റ്റ്യൻ ഫോം ഉണ്ട്. ഈ 2 ക്വസ്റ്റ്യൻ ഫോം എന്ന് പറയുമ്പോൾ ഒന്ന് ഹൗ ലോങ്ങും സിൻസ് വെന്നും ഇതിലാണ് തുടങ്ങുന്നത്. അപ്പം എത്ര നേരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എത്ര നേരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ എത്ര നാളായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇത് ചോദിക്കാനാണെങ്കിൽ ഹൗ ലോങ് ഹാസ് ഹി ബീൻ പ്ലേയിങ്. അപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞ സെന്റൻസിന്റെ ആണെന്നുണ്ടെങ്കിൽ ഹൗ ലോങ് ഹാസ് ഹി ബീൻ പ്ലേയിങ് ക്രിക്കറ്റ്, അവൻ എത്ര നേരം കൊണ്ട് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നേരം വേണ്ട, ഈ 2 മണിക്കൂർ എന്ന് പറഞ്ഞത് അത് തുടങ്ങിയ സമയം എന്നറിയണം. എത്ര മണി, ഏത് സമയം മുതലാണ് അവനത് തുടങ്ങിയത്. അപ്പൊ അവിടെ സിൻസ് വെൻ ഹാസ് ഹി ബീൻ പ്ലേയിങ് ക്രിക്കറ്റ്, സിൻസ് വെൻ ഹാസ് ഹി ബീൻ പ്ലേയിങ് ക്രിക്കറ്റ്. ഇതാണ് ഈ അതായത്
പോസിറ്റീവ് ഫോം, നെഗറ്റീവ് ഫോം, പിന്നെ WH ഫോമിൽ വരാൻ സാധ്യതയുള്ള ഈ 2 സെന്റൻസ്. ഇത് തന്നെ നമ്മൾ പ്ലൂറലിലേക്ക് പോകും. They have been playing cricket for the last 2 hours. കഴിഞ്ഞ 2 മണിക്കൂറായിട്ട് അവർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ നെഗറ്റീവ് പറയണമെങ്കിൽ they have not been playing cricket for the last 2 hours. ഇനി നമുക്ക് അതിന്റെ എത്ര സമയം കൊണ്ട് അവർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള അറിയാം. ഹൗ ലോങ് ഹാവ് ദേ ബീൻ. അപ്പൊ ആ ക്വസ്റ്റ്യൻ സ്ട്രക്ചർ സ്ക്രീനിൽ കാണുന്ന വളരെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഹൗ ലോങ് ഹാവ് ദേ ബീൻ. ഇത് നിങ്ങൾ ഒന്ന് പറഞ്ഞ് ഒന്ന് വായിച്ച് റിപ്പീറ്റ് ചെയ്ത് ഒന്ന് സ്പീഡ് പിടിക്കുന്ന പോലെ ആവണം. അല്ലാതെ നമ്മൾ ഹൗ ലോങ് ഹാവ് ദേ ബീൻ ഇങ്ങനെയല്ല. അപ്പൊ അത് മുറിഞ്ഞു പോകുന്ന പോലെ. ഹൗ ലോങ് ഹാവ് ദേ ബീൻ, ഹൗ ലോങ് ഹാസ് ഹി ബീൻ, ഹൗ ലോങ് ഹാവ് ദേ ബീൻ, ഹൗ ലോങ് ഹാസ് ഹി ബീൻ. ഈ രീതിയിൽ ഒന്ന് പറഞ്ഞ് ശീലിക്കണം. പക്ഷെ തുടക്കത്തിൽ പതുക്കെ മതി. അതായത് തുടക്കത്തിലെ അങ്ങ് ആകെപ്പാടെ കൺഫ്യൂസ് ആവണ്ട. തുടക്കത്തിൽ ഒന്ന് സ്പീഡ് പിടിച്ച് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിങ്ങിനാ പോകുന്നത് ചിക് 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 ആ വിധത്തിൽ ചെയ്താൽ അത്രയൊന്നും ഓർത്തിണ്ടാവും. ഓക്കെ, അപ്പം ഈ 4 സെന്റൻസും സ്ക്രീനിൽ നിങ്ങൾ നോക്കുക, അത് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. അപ്പൊ റിപ്പീറ്റേഷനിലാണ് ഇത് ഇരിക്കുന്നത്. ഒപ്പം എക്സ്പ്ലനേഷൻ കേൾക്കുക. അതായത് 1-2 പ്രാവശ്യം ഒന്ന് കേൾക്കണം. വളരെ സിമ്പിളായിട്ട് അത് ഇയർഫോൺ വെച്ച് കേൾക്കുന്നതായിരിക്കും വളരെ നിങ്ങൾക്ക് മാത്രം നിങ്ങളതിനെ കേൾക്കുന്നു. അതിനുശേഷം പിന്നെ ഞാൻ എക്സാമ്പിൾസ് തരുന്നുണ്ട്. ഈ എക്സാമ്പിൾസ് തരുമ്പോൾ എക്സാമ്പിൾ കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരുപക്ഷെ ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ വേറെ ഏതെങ്കിലും ടെൻസുമായിട്ട് ഇതിനൊരു ബന്ധമുണ്ടോ എന്ന് തോന്നിപ്പോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അതിന് ഒരു സൊല്യൂഷൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഇനി നമുക്ക് എക്സാമ്പിൾസിലേക്ക് പോകാം. ഷീ ഹാസ് ബീൻ റൈറ്റിംഗ് എ സ്റ്റോറി സിൻസ് ജാനുവരി 2020. 2020 ജാനുവരി മുതൽ അവൾ ഒരു സ്റ്റോറി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റോറി എഴുത്ത് കംപ്ലീറ്റ് ആയിട്ടില്ല. അങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. അതായത് ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ. 2020 ജാനുവരിയിൽ എഴുതി തുടങ്ങി, ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആ സെന്റൻസിനെയാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. ഷീ ഹാസ് ബീൻ റൈറ്റിംഗ് എ സ്റ്റോറി സിൻസ് ജാനുവരി 2020. ഞങ്ങൾ 3 മണി മുതൽ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. We have been doing homework since 3 o'clock. അതായത് 3 മണി എന്ന് പറയുന്നത് പാസ്റ്റിലെ ഒരു പോയിന്റ് ഓഫ് ടൈം ആണ്. ആ പോയിന്റ് ഓഫ് ടൈം ആണ് പറയുന്നെങ്കിൽ സിൻസ് ചേർക്കണം. ഇത് PSC ചോദിക്കാറുള്ളതാണ്. സിൻസ് ചേർക്കുന്നോ ഫോർ ചേർക്കുന്നോ എന്നുള്ളൊരു ചോദ്യം വരാറുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചോളൂ, സിൻസ് ചേർക്കുന്നത് പോയിന്റ് ഓഫ് ടൈം ചേർത്ത് പറയുമ്പോഴാണ്. ഫോർ ചേർക്കുന്നത് പീരീഡ് ഓഫ് ടൈം ചേർത്ത് പറയുമ്പോഴാണ്. അവൾ 2 മാസമായിട്ട് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ 2 മാസമായിട്ട് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷി ഹാസ് ബീൻ ലേണിംഗ് ഇംഗ്ലീഷ് ഫോർ ദ ലാസ്റ്റ് 2 months. ഇവിടെ 4 ചേർക്കാൻ കാരണം പീരീഡ് ഓഫ് ടൈം ആണ്. ഈ 2 months എന്നുള്ള പീരീഡ് ഓഫ് ടൈം ആണ്. 2 വർഷമായിട്ട് അവൻ അവളെയും കാത്തിരിക്കുകയാണ്. ഹി ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ ഹർ ഫോർ ദ ലാസ്റ്റ് 2 years. എത്ര നാളായി അവർ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹൗ ലോങ് ഹാവ് ദേ ബീൻ വർക്കിംഗ് ദേർ. ഈ സെന്റൻസുകളെല്ലാം എഴുതി ഞാൻ പറഞ്ഞതുപോലെ ഈ ഒന്നിച്ച് പറയുന്നത് ഹൗ ലോങ് ഹാവ് ദേ ബീൻ, ഹൗ ലോങ് ഹാസ് ഹി ബീൻ, ഇങ്ങനെയൊക്കെ ഉള്ളത് പതുക്കെ പറഞ്ഞ് ഒന്നിച്ച് പറഞ്ഞ്, അതായത് ഇടയ്ക്ക് ഗ്യാപ്പ് ഇല്ലാതെ പറയുന്നത് പോലെ ഒന്ന് ശീലിക്കണം. പിന്നെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു തോന്നൽ തോന്നും, ഇത് പ്രസന്റ് കണ്ടിന്യൂസ് അല്ലേ? ഇത് പ്രസന്റ് കണ്ടിന്യൂസ് അല്ല, ഇത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഇനി പ്രസന്റ് കണ്ടിന്യൂസ് കാണാത്തവര് അത് ഒരു സജഷൻ ആയിട്ട് വരും. മുകളിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ഒന്നിടാം. അങ്ങനെ എടുത്ത് കാണണം, അതൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കണം. പ്രസന്റ് കണ്ടിന്യൂസ് ഇത് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസിൽ ടൈം റെഫറൻസ് ഇല്ല. 2 മണിക്കൂറായിട്ട് 4 വർഷമായിട്ട് ഇങ്ങനെ ഒരു സംഗതി ഇല്ലെന്നുണ്ടെങ്കിൽ അത് പ്രസന്റ് കണ്ടിന്യൂസ് മറി. ഐ ഹാവ് ബീൻ റീഡിംഗ് എന്ന് മാത്രം ഒരാൾ പറയത്തില്ല, ഐ ആം റീഡിംഗ് എന്നേ പറയത്തുള്ളൂ. പക്ഷെ ഐ ആം റീഡിംഗ് ഫോർ ദ ലാസ്റ്റ് 2 hours എന്ന് പറയത്തില്ല, ഐ ഹാവ് ബീൻ റീഡിംഗ്. അതാണ് പ്രസന്റ് കണ്ടിന്യൂസിന്റെ കൂടെ ടൈം റെഫറൻസ് വെച്ച് നമ്മൾ പറയില്ല. പ്രസന്റ് കണ്ടിന്യൂസിന്റെ കൂടെ ടൈം റെഫറൻസ് ചേർത്ത് പറയുന്നതിനാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. പിന്നെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ പ്രസക്തി എന്ന് പറയുന്നത്, ഈ ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ മിക്കവാറും
ഈ ടെൻസിൽ ഒരു ചോദ്യം വരാനുള്ള എല്ലാ പോസിബിലിറ്റീസും ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, ആ സമയത്തായിരിക്കും നല്ലൊരു ഓഫർ കണ്ടുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പം എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു വരും എന്ന് പറയുമ്പോൾ അവരിങ്ങനെ ചോദിക്കും, ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ് ദെയർ? പെട്ടെന്നായിരിക്കും ഈ ചോദ്യം ഇങ്ങനെ വരുന്നത്. അപ്പൊ ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ് ദെയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര നാളായിട്ട് നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ചോദ്യം വന്നത്. ആ ചോദ്യത്തിന് അതേ ടെൻസിൽ തന്നെ ഉത്തരം പറയുമ്പോഴാണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഇംപ്രസീവ് ആവുന്നത്. ഐ ഹാവ് ബീൻ വർക്കിംഗ് ദെയർ ഫോർ ദ ലാസ്റ്റ് 2 hours, ഫോർ ദ ലാസ്റ്റ് 2 months, ഫോർ ദ ലാസ്റ്റ് 2 years, ഫോർ ദ ലാസ്റ്റ് 5 years, ഇങ്ങനെ പറയും. അപ്പൊ ഇത് ഇന്റർവ്യൂവിനെ കണ്ടുകൊണ്ട് ഇതൊന്ന് മനസ്സിൽ വെച്ച് പഠിക്കണം. ഇന്റർവ്യൂവിന് പോകുന്നവര് ഇന്റർവ്യൂവിൽ ഇംഗ്ലീഷ് പറയുന്നെങ്കിലും അതായത് നല്ല ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളത് ഒരു പ്രത്യേക കഴിവാണ്. ആ കഴിവും കൂടി വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഈ ബേസിക് നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങളും അതിനെ മനസ്സ് വെച്ച് തന്നെ വേണം. അല്ല എങ്ങനെയെങ്കിലും ഇംഗ്ലീഷ് ഒപ്പിക്കാന്നല്ല, ആ ഇംഗ്ലീഷ് ഒപ്പിക്കുമ്പം ആ ഇംഗ്ലീഷിൽ ഒരു സുഖം തോന്നുന്നില്ല കേൾക്കുന്നവർക്ക്, പറയുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങ് പറഞ്ഞു പോകും. പിന്നെ ഒരു പോയിന്റൂടെ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. അതായത് PSC മിക്കവാറും ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ച് PSC ചോദിക്കും, ഹി ഡാഷ് വർക്കിംഗ് സിൻസ് ജാനുവരി 2020. അപ്പോൾ ഈ സെന്റൻസ് നിങ്ങൾക്ക് തന്നു. ഈ ഡാഷ് ഫില്ല് ചെയ്യുന്നതിന് മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ട്. ഒന്ന് ഈസ്, രണ്ടാമത്തെ ഹാസ് ബീൻ, മൂന്നാമത്തെ ഹാവ് ബീൻ, നാലാമത്തെ വാസ്. അപ്പം പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെന്നുള്ള ഒരു ക്ലൂ ആ സെന്റൻസ് തരുന്നുണ്ട്. കാരണം സിൻസ് അല്ലെങ്കിൽ ഫോർ അതിനകത്തുണ്ട്. പിന്നെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി. കാരണം അതിന്റെ സ്ട്രക്ചർ എന്താ വരുന്നത്? ഒന്നുകിൽ ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ വരും. ഇനി ഹാസ് ബീൻ ആരുടെ കൂടെ വരും, ഹാവ് ബീൻ ആരുടെ കൂടെ വരും എന്നുള്ളത് നമുക്കറിയാം. അപ്പം ഹാസ് ബീൻ ആണ് സബ്ജക്ട് സിംഗുലർ ആണ്. ഇത്രയും ഇങ്ങനെ ഒരുപാട് ടെൻസിന്റെ ഭാഗത്തുനിന്ന് ചോദ്യം ചോദിക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അഥവാ ഒരു പരീക്ഷയ്ക്ക് പോകുന്നെങ്കിലും നിങ്ങൾ വിജയിക്കട്ടെ എന്നുള്ള എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു വെരി മച്ച്.